നമസ്കാരം, എല്ലാവർക്കും ഹെൽത്തി ടേസ്റ്റിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കറി റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ചോറിനോടൊപ്പം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ള തക്കാളി പുളിങ്കറി. സാധാരണ പുളിങ്കറി തയ്യാറാക്കുന്നത് പുളി ചേർത്തിട്ടാണല്ലോ. ഇന്ന് നമുക്ക് തക്കാളി ചേർത്തൊന്നുണ്ടാക്കാം. ഈ തക്കാളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ടും ഈ കറി ഇഷ്ടപ്പെടും. അതിനുവേണ്ടി ഞാനിവിടെ ഒരു മീഡിയം രീതിയിലുള്ള 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇപ്പോൾ ഈ ഉള്ളിയൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഈ ഉള്ളി ചേർക്കുന്ന ഒഴിവാക്കാം. ഉള്ളിയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. പിന്നെ എടുത്തിരിക്കുന്നത് കറിവേപ്പിലയാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് വറ്റൽമുളക് കൂടി ചേർക്കുന്നുണ്ട്. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഈ എണ്ണ ചൂടാകുന്ന സമയത്ത് അതിലേക്ക് കടുകിട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള ഒരുവിധം ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഒരു മീഡിയം രീതിയിലുള്ള സ്പൂണിന് 2 സ്പൂണാണ് ചേർക്കുന്നത്. ഇത്രയുമുള്ള ഒരു സ്പൂണിനാണ് ചേർക്കുന്നത്. അതേ സ്പൂണിൻ്റെ അളവിൽ തന്നെ 1.5 സ്പൂൺ മുളക് പൊടി കൂടി ചേർക്കുകയാണ്. ഇത് ഒരുവിധം എരിവുള്ള മുളക് പൊടിയാണ്. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മുളക് പൊടി കൂട്ടിയോ കുറച്ചോ ഒക്കെ എടുക്കാം. 1.5 സ്പൂണാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇനി വെള്ളമൊന്നും ഒഴിക്കാതെ ഇതൊന്ന് അടച്ച് നമുക്ക് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കാം. ഈ തക്കാളി നന്നായിട്ടൊന്ന് വെന്തുടയണം. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് അടച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 കപ്പ് വെള്ളം ചേർക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് എത്രയും വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ആ ഒരു പാകത്തിന് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1.5 കപ്പാണ് ചേർക്കുന്നത്. 1.5 കപ്പ് തൊട്ട് 2 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം. അല്പം ഉലുവാപ്പൊടി ഇനി ചേർക്കാം. ഈ പുളിങ്കറിയുടെയൊക്കെ ഒരു മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കായമാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ചെറിയ സ്പൂണിന് 1/2 സ്പൂൺ കായപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കായത്തിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കണമെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം. അതൊക്കെ ലാസ്റ്റിൽ നിങ്ങൾക്ക് ആ കറി ഒന്ന് തിളയ്ക്കുന്ന സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ആ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പൊടിയായിട്ടുള്ള കായം ചേർക്കാം, അതല്ലെങ്കിൽ കട്ടയായിട്ടുള്ള കായവും ചേർത്ത് കൊടുക്കാം. കട്ടക്കായമാണ് ചേർക്കുന്നതെങ്കിൽ ഒരു ചെറിയ കഷ്ണം ചേർത്താൽ മതി. ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ഉപ്പ് നോക്കുക. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കണം. ഇത് നന്നായിട്ട് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. വളരെ സിമ്പിളായിട്ടും വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന തക്കാളി പുളിങ്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു പുളിങ്കറിയുടെ. അപ്പോൾ അത് നല്ല വ്യൂ ഒക്കെ കിട്ടിയ ഒരു വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ 2 റെസിപ്പിയും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതിനുശേഷം അഭിപ്രായങ്ങളും അറിയിക്കണം. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.